ഇടുക്കി തൊടുപുഴയിലെ മണ്ണിടിച്ചിലിൽ കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നഗരവാസികൾ. അറ്റകുറ്റപ്പണികൾക്ക് ദിവസങ്ങൾ വേണ്ടിവരുന്നതിനാൽ നഗരത്തിലെ 25,000-ഓളം പേരുടെ കുടിവെള്ളം മുടങ്ങും. തൊടുപുഴ ജല അതോറിറ്റിയുടെ ചുറ്റുമതിൽ കനത്ത മഴയിൽ തകർന്നതാണ് പൈപ്പ് ലൈൻ പൊട്ടാൻ കാരണം. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 13 വാർഡുകളിലേക്കും കുമാരമംഗലം പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന ഈ കൂറ്റൻ കുടിവെള്ള പൈപ്പാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായത്. ഒറ്റ രാത്രി പെയ്ത കനത്ത മഴയിൽ തൊടുപുഴ ജല അതോറിറ്റിയുടെ കൂറ്റൻ ചുറ്റുമതിലാണ് തകർന്നു വീണത്. മണ്ണിടിച്ചിലിൽ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ തകർന്നു. 6 ദിവസമെങ്കിലും വേണ്ടിവരും ഇവ പുനഃസ്ഥാപിക്കാൻ. നഗരവാസികളുടെ കുടിവെള്ളവും മുടങ്ങി. വെള്ളമില്ല ഒട്ടും ഞാൻ പെരുമാറാനൊന്നും ഈ മലയാളം വേണ്ടി പിടിച്ച് പെരുമാറുന്നത്. വെള്ളമില്ലാത്ത കാരണം ബുദ്ധിമുട്ടാണ്. വെള്ളമില്ല, പൊട്ടിക്കിടക്കണ കാരണം നന്നാക്കിയിട്ടേ വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇല്ല, ഇപ്പം ഞങ്ങൾ മഴവെള്ളം പിടിച്ചൊക്കെ ഉപയോഗിക്കണേ. കുടിക്കാൻ താഴെ ഒരു കിണറുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യത്തിന് വരും. എല്ലാവർക്കും ഇല്ല വെള്ളം, ബുദ്ധിമുട്ട്. കുടിവെള്ളേ 4 ദിവസമല്ലേ? 4 ദിവസം. വേറെ ഇല്ല, വേറെ പിന്നെ അപ്രയങ്ങളും പോയി ചോദിച്ചുകൊണ്ട് വരണം. കുടിവെള്ളം നമുക്ക് കിണറില്ല, അതുകൊണ്ട് വാട്ടർ അതോറിറ്റി വെള്ളം കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നത്. ആ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും. 4-5 ദിവസം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാവും. ഒന്നുകിൽ വേറെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് തന്നെ മാറേണ്ടതായിട്ട് സ്ഥിതി വരും. തൊടുപുഴ നഗരസഭയിലെ 13 വാർഡുകളെയും കുമാരമംഗലം പഞ്ചായത്തിലെയും ജലവിതരണം തടസ്സപ്പെടും. കുടിവെള്ളമെങ്കിലും എത്തിക്കാൻ UDF നഗരസഭ ബദൽ മാർഗം സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ നഗരത്തിലെ 25,000-ഓളം പേരെയായിരിക്കും കുടിവെള്ള പ്രശ്നം ബാധിക്കുക. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ഇടുക്കി.